ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മിഞ്ഞാന്നിട്ട വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതാ പത്രണ്ട് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നത് ഉമ്മ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ, മുളക്, കൊത്തമ്പരി, മഞ്ഞൾപ്പൊടി, പുളി, ഒരു കഷ്ണം ഉള്ളി കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി അരിയും കൂടി വെള്ളത്തിലിട്ടത് നന്നായി അരച്ചെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഉമ്മ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് അപ്പം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാഴ ഇല ഒന്ന് വാടിച്ചിട്ട് അതിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് രണ്ട് സൈഡും കൂടി മടക്കി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പത്രട എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവും. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ റെസിപ്പിയാണിത് കർണാടകയിൽ. അപ്പോൾ ഇതാ നമ്മൾ അപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച കറി ഒന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച അപ്പം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.